ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുമായി ഉമ്മുൽ മെഹബൂബ റൗണ്ടിലേക്ക് എത്തുന്നു ഷജീർ. ഷജീറിന്റെ ഉമ്മ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എവിടെ? ഉമ്മ സുഖല്ലേ? സുഖമാണ്. ഷജീറെ, ഉമ്മയുടെ പേരെന്താണ്? ഉമ്മയെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത്? ഉമ്മയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ എപ്പിസോഡും അല്ലെങ്കിൽ ഈ വർഷം അല്ലെ ജന്മം തന്നെ മതിയാവില്ല, സത്യം പറഞ്ഞാൽ. അപ്പോ ഖൽബിൽ നിന്ന് ഷജീർ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഉമ്മ ഭയങ്കര സെൻസിറ്റീവാണ്, പെട്ടെന്ന് കരയും. ചില സമയങ്ങളിലൊക്കെ ഉമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ ഉമ്മ അങ്ങനെ ആരും കാണിക്കാറില്ല കരയുന്നത്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരു വീട്ടിൽ വരെയിരുന്നു. എന്നെക്കാളും സ്നേഹിച്ചിരുന്നു എൻ്റെ കൂട്ടുകാരെ. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരനെ കുറിച്ച്. അവന് എൻ്റെ ഉമ്മ എന്നെക്കാളും സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും വിശ്വസിച്ചോളണമെന്നില്ല. കാരണം അവനിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് പറയാമെന്ന് വിചാരിക്കും. എനിക്ക് ഒരു ചെറിയൊരു അസുഖം വന്നിരുന്നു, വയറിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു. അതിൽ എനിക്കിങ്ങനെ നിവരാൻ പറ്റാത്തൊരു സ്റ്റേജിൽ ഞാൻ ഉണ്ടായ സമയത്ത് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ നിന്നൊരു കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്. അതിന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. നമ്മൾ കവികളൊക്കെ പറയാറുണ്ട്, മക്കളെ ആബ്സെൻസിൽ മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അത് ശരിക്ക് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് എൻ്റെ ഉമ്മ. ഞാൻ അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏട്ടൻ വേറെ ജോലിപരമായിട്ട് വേറെ നാട്ടിൽ ജോലി വയ്ക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. വൈകുന്നേരം കോൾ വന്നേ. കോൾ എടുത്ത പാടെ എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചത്, എൻ്റെ മക്കളാരും എൻ്റെ അടുത്തില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഇപ്പോൾ അതൊരു 8 വർഷത്തോളമായി. പക്ഷെ അന്ന് വിളിച്ച ഫോൺ വിളി ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ കുറച്ച് പരിക്കൻ സ്വഭാവക്കാരനാണെന്ന് ഉമ്മ പറയാറുണ്ട്. കാരണം പെട്ടെന്ന് എടുത്തിയാടി സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഞാൻ. ഒരു മോനോട് പൊരുത്തപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും വിഷമം ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ മാപ്പ് വയ്ക്കുന്നത്. ഞാനിപ്പോൾ പാടാൻ പോകുന്ന പാട്ട് എൻ്റെ ഉമ്മാക്ക് വേണ്ടി മാത്രമുള്ള പാട്ടാണ്. അൽഹംദുലില്ലാഹി ശുക്റുകൾ ചൊല്ലി നിന്നെ സ്തുതിക്കുന്നു നാഥ, നിന്നെ നമിക്കുന്നു കോജ. അൽഹംദുലില്ലാഹി ശുക്റുകൾ ചൊല്ലി നിന്നെ സ്തുതിക്കുന്നു നാഥ, നിന്നെ നമിക്കുന്നു കോജ. നിൻ കാരുണ്യം കൊണ്ടു ഞാനെന്നും ഓർക്കുന്നു എന്റുമ്മയെ. അമ്മിഞ്ഞ നൽകി എന്നെ വളർത്തിയ എന്റുമ്മയെ, എന്റുമ്മയെ, പൊന്നുമ്മയെ. അൽഹംദുലില്ലാഹി ശുക്റുകൾ ചൊല്ലി നിന്നെ സ്തുതിക്കുന്നു നാഥ, നിന്നെ നമിക്കുന്നു കോജ. അൽഹംദുലില്ലാഹി ശുക്റുകൾ ചൊല്ലി നിന്നെ സ്തുതിക്കുന്നു നാഥ, നിന്നെ നമിക്കുന്നു കോജ. എന്നുമ്മയില്ലെങ്കിൽ ഞാനില്ല ഇന്ന്, എൻ റബ്ബ് ഇല്ലെങ്കിൽ ഞാനില്ല ഇന്ന്. അകലെ പോയാൽ അരികത്തന്നുമ്മ, പടിതെറ്റി വീണാൽ അഭയമന്നുമ്മ. രാവെന്നോ പകലെന്നോ നോക്കാതെ എന്നോട് കൂടെ ഉമ്മയുണ്ട്. ഈ ലോകമെന്തെന്നറിയാതെ
നിന്നെ നമിക്കുന്നു കോജ അൽഹംദുലില്ലാഹി ശുക്റുകൾ ചൊല്ലി നിന്നെ സ്തുതിക്കുന്നു നാഥ നിന്നെ നമിക്കുന്നു കോജ ഷജീറേ, ഷജീർ ഞങ്ങളെ എല്ലാവരുടെയും കണ്ണ് നനയിപ്പിച്ചല്ലോ. ഉമ്മ എന്ത് രസമായിട്ടോ പാടിയേ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. അല്ല, ഇവിടെ ഷജീർ പറഞ്ഞു വീട്ടില് ഭയങ്കര പരിക്കൻ സ്വഭാവമാണെന്ന്, അങ്ങനെയാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഉമ്മയെ വിഷമിപ്പിക്കാറുണ്ടോ? പെട്ടെന്ന് മാറും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇന്ന് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു, ഇഷ്ടായി. ഇനിയും ഷജീറിന്റെ കൂടെ ഉമ്മ മാത്രമല്ല, ആരൊക്കെയാ വന്നിരിക്കുന്നേ? ഉപ്പയും അനിയനും എല്ലാം വന്നിട്ടുണ്ട്. ഷജീറിന്റെ ഉപ്പയും അനിയനെയും കൂടെ നമുക്ക് വേദിയിലോട്ട് വിളിക്കാം. ഉപ്പയുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ, എന്ത് പറ്റി? ഷജീറിന്റെ പാട്ട് അത്രയ്ക്ക് ഇഷ്ടായി. ഓക്കെ, ഇനി നമുക്ക് ഷജീറിന്റെ ജഡ്ജ്മെന്റിലേക്ക് പോകാം. ചേച്ചി, ഷജീറിന് പറയാൻ പോകുന്ന എല്ലാ കോംപ്ലിമെന്റ്സും ഉമ്മയ്ക്കാണ്. ഷജീറിന്റെ പാട്ട് ഇപ്പൊ ഉമ്മയെ പറ്റിയാണല്ലോ പാടിയത്. ഇത് കംപ്ലീറ്റ് എനിക്ക് മനസ്സിലായി. ഷജീർ ഉമ്മേനെ മാത്രം, വേറെ ഒന്നുമില്ല മനസ്സിൽ. ഞങ്ങൾ ആരും ഇല്ല, ജഡ്ജ്മെന്റ് ഇല്ല, ഓർക്കസ്ട്ര ഇല്ല, ഒന്നുമില്ല. അപ്പൊ അത്രയും ഇമോഷണൽ ആയിട്ട് എനിക്ക് നേരത്തെ അറിയാം. ഷജീർ വളരെ ഇമോഷണൽ ആയിട്ട് ഇൻവോൾവ് ചെയ്ത് പാടുന്ന ആളാണ്. വണ്ടർഫുൾ ഫീൽ ആയിരുന്നു പാടിയപ്പം. ഞങ്ങൾ പാടുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ കരയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നോക്കി ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോണ്ട്
വിഷമിക്കണൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ കണ്ണുനീര് വരാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തണ്ട. ഇവിടെ ഞാൻ നോക്കുമ്പോൾ നടുക്കിരുന്ന് സാറ് കരയണു. അപ്പൊ ഇപ്രാവശ്യം ആള് മാറിയ കരഞ്ഞത് തമാശയല്ല കേട്ടോ, വളരെ ഇൻവോൾവ് ചെയ്ത് അസലായിട്ട് പാടി. ചെറിയ ശ്രുതി പ്രശ്നം എനിക്ക് ചെറുതായിട്ട്, അത് ഇമോഷണൽ അങ്ങ് കൂടുമ്പോൾ വരുന്നതാണ്. അപ്പം ചിലയിടത്ത് അങ്ങനെ അങ്ങ് ഷാർപ്പായി, എന്നാലും എക്സലന്റ് സിംഗിങ് കേട്ടോ. ഞാൻ കുറുമാല് കണ്ടെത്തിയ ഒരു റൗണ്ടിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ആ റൗണ്ടിൽ ഒരുപാട് സെഗ്മെൻറ്റുകളിൽ ഈ ഉമ്മ റൗണ്ട് ഒരുപാട് കുട്ടികളെടുത്ത് പാടി. യഥാർത്ഥത്തിൽ അങ്ങനെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ണ് നിറയേണ്ട കാര്യമില്ല. കാരണം എത്ര കുട്ടികൾ പാടി എന്ന് വേണമെങ്കിൽ ഒരു വിദ്യാർത്ഥാവ് എന്ന നിലയിൽ എനിക്ക് ചിന്തിക്കാം, അല്ലേ? പക്ഷെ മോനത് പാടുന്നത് ഉമ്മയെക്കുറിച്ചാണെന്നും ഉമ്മയെ മുന്നിലിരുത്തിക്കൊണ്ടാണെന്നും ഞാനും ഒരു ഉമ്മയുടെ മകനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കും കണ്ണ് നിറയുന്നത്. അങ്ങനെ തന്നെയാണ് കണ്ണ് നിറയുന്നത് നജീമിനും ജിഷയ്ക്കൊക്കെ, എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ, അല്ലേ? പറഞ്ഞത് തന്നെ വീണ്ടും പറയാനൊരു ഇടവരികയാണ്. അപ്പോൾ അതാണ് ഉമ്മ. മോനത് ഉമ്മയ്ക്ക് വേണ്ടി പാടിയത് നല്ലൊരു പാട്ടാണ്, വരികളും എല്ലാം കൊണ്ടും കേട്ടോ. പിന്നെ എനിക്ക് പാട്ട് എന്ന നിലയിൽ മാത്രം, ഒരു വിദ്യാർത്ഥാവെന്ന നിലയിൽ ആ ഫീൽഡിൽ നിന്നൊന്നും മാറി സംസാരിക്കുകയാണെങ്കിൽ കുറഞ്ഞ ശ്രുതി പ്രശ്നങ്ങൾ ഒരുപാട് സ്ഥലത്ത് മോനത് പാടുന്നതിൻ്റെ ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പാടി വരുമ്പോൾ അതിൽ നിന്ന് നമ്മളൊരു സ്പിരിറ്റ് കൊണ്ട് പാടുക എന്ന് പറയുന്ന സമയത്ത് കുറച്ച് മുകളിലേക്ക് പോകും പല സ്ഥലങ്ങളും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. നന്നായിട്ട് കേട്ടോ. നന്നായിട്ട് പാടി. എങ്ങനെ പാടാൻ പറ്റിയെന്നുള്ളതാണ് ഇമോഷണലായിട്ട് ഇത്രയും ഇതായിട്ട്. അവസാനം അമ്മയെ വിളിച്ചുകൊണ്ട് പോയതും ഒക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. പിന്നെ പാട്ട് അതിൻ്റെ രീതിയിൽ ഷജീറിന് ഇപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ എങ്ങനെ പാടാൻ പറ്റി മാക്സിമം അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ശ്രുതി, ഇത് ഇമോഷണൽ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതർവൈസ് എക്സലന്റ്. ഇനി ഷജീറിന്റെ മാർക്സിലേക്ക് പോവാം. ജിഷേജി ഔട്ട് ഓഫ് 30 28. ഫിറോസിക്ക? ഷജീറിന് എൻ്റെ മാർക്ക് 40-ൽ 37. 27. ഷജീറിന്റെ ടോട്ടൽ മാർക്സ് 92 ഔട്ട് ഓഫ് 100. ഉമ്മ, അപ്പോ ഇനി ഉമ്മയുടെ വക നമുക്ക് ഒരു സമ്മാനം കൂടെ കൊടുത്താലോ ഷജീറിന്? കൊടുക്കണ്ടേ? ഇത്രയും നല്ലൊരു സമ്മാനം ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് പാട്ടിലൂടെ കൊടുക്കുമ്പോൾ ഉമ്മ തിരിച്ചങ്ങോട്ടും ഒരു സമ്മാനം തരികയാണ്. ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 'പ്രിൻസ് പട്ടുപാവാട', മാർക്കറ്റ് റോഡ്, എറണാകുളം.